ഇന്നത്തെ ഏറ്റവും പുതിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ ആ സിനിമയുടെ 6ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഒപ്പം പ്രേമലു ഭ്രമയുഗം എന്നീ സിനിമകളുടെ ഇന്നേ ദിവസത്തെ ചൊവ്വാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ പ്രേമലു എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് ട്രാക്കിംഗ് കളക്ഷനിലെ വർധനയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 57 ലക്ഷത്തിൽ താഴെയായിരുന്നെങ്കിൽ ഇന്ന് 58 ലക്ഷത്തിന് മുകളിലാണ് പ്രേമലുവിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ. അപ്പോൾ ഇന്നലത്തേക്കാൾ ഒരല്പം മുകളിലായിരിക്കും സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് 1,30,00,000 മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 38 കോടി രൂപയ്ക്ക് മുകളിലേക്കും ഒപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ 72 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ അർത്ഥത്തിലും വൻ തരംഗമായിട്ട് ഓടുന്ന സിനിമ അടുത്ത ദിവസങ്ങളിൽ 75 കോടിയും 80 കോടിയും കടന്നെല്ലാം തന്നെ 100 കോടിയിലേക്ക് എത്തപ്പെടട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം. നിങ്ങൾ പ്രേക്ഷകരുടെ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷകൾ എന്ത്? പ്രേമലുവിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രമാണല്ലോ ഭ്രമയുഗം. തിയേറ്ററുകളിലേക്ക് ഫെബ്രുവരി 15-ന് എത്തിയ സിനിമയ്ക്കും ഇന്നലത്തെ അപേക്ഷിച്ച് ഒരല്പം ട്രാക്കിംഗ് കളക്ഷനിലെ വർധന സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഇതേ സമയം 20,80,000 പരമായിരുന്നെങ്കിൽ ഇന്നത് 20,80,000 പരമാണ്. അപ്പോൾ ഇന്നലത്തെ ഇതുപോലെ 40 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ കേരളത്തിൽ നിന്ന് മാത്രം 21 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ കിടക്കുമെന്ന് പ്രതീക്ഷിക്കാം. വേൾഡ് വൈഡ് കളക്ഷൻ 52 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത കൃത്യമായ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കൂ. കഴിഞ്ഞ 6 ദിവസങ്ങളിലും കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിടുത്ത് മുന്നേറുകയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. സിനിമയുടെ ഇന്നത്തെ ട്രാക്കിംഗ് എല്ലാം തന്നെ നേരത്തെ ഒരു വീഡിയോയുടെ പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞതാണ്. സിനിമയുടെ ഇന്നത്തെ കളക്ഷനോടെ 46 കോടി രൂപയ്ക്ക് മുകളിലേക്കാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കിടക്കാനായിട്ട് ഒരുങ്ങുന്നത്. നാളെയോടെ 7ാം ദിവസത്തോടെ 50 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്താനായിട്ട് ഒരുങ്ങുന്ന സിനിമയുടെ തമിഴ്നാട് യഥാർത്ഥ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അവിടെ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ ഇപ്പോഴത്തെ 2 കോടി രൂപയ്ക്ക് മുകളിലേക്ക് തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഗുണഗുഹയിൽ നടക്കുന്ന സംഭവം ഒപ്പം തന്നെ കമലഹാസന്റെ സിനിമയിലെ റെഫറൻസ് എല്ലാം തന്നെ ആയതുകൊണ്ട് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ കേരളം കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ. അങ്ങനെ ആകെ മൊത്തത്തിൽ മഞ്ഞുമൽ ബോയ്സ് തരംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ സിനിമകളുടെ കൂടുതൽ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ അപ്ഡേറ്റുകൾ കേട്ട്.